കൊച്ചിയിൽ ഗുണ്ടാ മീറ്റപ്പുകളും പാർട്ടികളും ഒക്കെ പതിവായി നടക്കാറുള്ളതാണ്. എന്നാൽ രണ്ട് ചേരിയിലുള്ള ഗുണ്ടാ സംഘങ്ങൾ ഒരുമിച്ചൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് അത്യപൂർവമാണ്. ഇങ്ങനെ നേരിൽ കണ്ടാൽ കൊമ്പ് കോർക്കുന്നവരാണ് തമ്മനം ഫൈസലിൻ്റെയും ഭായ് നസീറിൻ്റെയും ഗ്യാങ്ങുകൾ. കൊച്ചിയെ ഒരു കാലത്ത് നിയന്ത്രിച്ചിരുന്ന ഈ ഗുണ്ടാ തലവന്മാർ ഇടയ്ക്ക് കളത്തിലിറങ്ങാറുണ്ട്. കഴിഞ്ഞ ദിവസം കൊച്ചി മരടിൽ ഒരു സ്വകാര്യ പരിപാടിക്കിടെ ഫൈസലിൻ്റെയും നസീറിൻ്റെയും ആളുകൾ തമ്മിൽ ചെറിയ കയ്യാങ്കളി ഉണ്ടായി. ഭായ് നസീറിൻ്റെ സംഘത്തിൽപ്പെട്ട ചോക്ലേറ്റ് ബിനുവിനെ ഫൈസൽ മർദ്ദിച്ചതിൽ തുടങ്ങിയ പ്രശ്നം അപ്പോൾ തന്നെ പറഞ്ഞു തീർത്തതുമാണ്. ആ ഏറ്റുമുട്ടലിൽ ആർക്കും പരാതിയില്ലെങ്കിലും പോലീസ് സ്വമേധയാ കേസെടുത്തു. തമ്മനം ഫൈസൽ, ഭായ് നസീർ ഉൾപ്പെടെ 10 പേർക്കെതിരെയാണ് കേസ്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് കൊച്ചിയിൽ ഗുണ്ടാ തലവന്മാർ സ്വകാര്യ ചടങ്ങിനിടെ പരസ്യമായി ഏറ്റുമുട്ടിയെന്ന വാർത്ത പുറത്തുവന്നത്. 30ഓളം കേസുകളിൽ പ്രതിയായ തമ്മനം ഫൈസലും കുപ്രസിദ്ധ കുറ്റവാളി ഓം പ്രകാശുമായി ബന്ധമുള്ള ചോക്ലേറ്റ് ബിനുവുമാണ് ഏറ്റുമുട്ടിയത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് മരട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട തൈക്കുടം സെന്റ് റാഫേൽ പള്ളിക്ക് സമീപം ഓഡിറ്റോറിയത്തിലായിരുന്നു സംഭവം. സുഹൃത്തായ തൈക്കുടം സ്വദേശിയുടെ ക്ഷണപ്രകാരം മാമോദീസ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു ഇരുവരും. തന്നെപ്പറ്റി അപവാദം പറഞ്ഞു നടക്കുന്നതായി ആരോപിച്ച് ചോക്ലേറ്റ് ബിനുവിനെ ഫൈസൽ ചോദ്യം ചെയ്തെന്നും തുടർന്നുണ്ടായ വാക്കേറ്റമാണ് കയ്യാങ്കളിയിൽ കലാശിച്ചതുമെന്നാണ് വിവരം. തർക്കം രൂക്ഷമായതോടെ ബിനുവിനെ പിടിച്ചു തള്ളുകയും അടിക്കുകയും ചെയ്തു. ഓഡിറ്റോറിയത്തിലുണ്ടായിരുന്നവർ ഇടപെട്ടത് കൂടുതൽ സംഘർഷം ഒഴിവാക്കി. പിന്നീട് രണ്ടു കൂട്ടരും കാറിൽ കയറി രക്ഷപ്പെട്ടു. പരാതിയില്ലാത്തതിനാൽ ആദ്യം പോലീസ് കേസെടുത്തിരുന്നില്ല. സംഭവം വിവാദമായതോടെ വൈകിട്ട് മരട് പോലീസ് എത്തി CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. സംഘർഷത്തിന് ശേഷം തമ്മനം ഫൈസലും ഭായ് നസീറും ഉൾപ്പെടുന്ന 10 അംഗ സംഘം കാറുകളിൽ പോകുന്നത് ദൃശ്യങ്ങളിലുമുണ്ട്. ഫൈസലിനെയും നസീറിനെയും കണ്ടാലറിയാവുന്ന 8 പേരെയും പ്രതിയാക്കി പോലീസ് സ്വമേധയാ കേസെടുത്തു. ക്രമസമാധാന ലംഘനമുണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചതിനാണ് കേസ്. കാപ്പ ചുമത്താൻ തുടങ്ങിയതോടെ ഗുണ്ടാ സംഘങ്ങൾ പരസ്യമായി ഏറ്റുമുട്ടുന്നത് ഒഴിവാക്കിയിരുന്നു. ഇതിനിടെയാണ് തൈക്കുടത്തെ സംഭവം. ഓം പ്രകാശിന് കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ നടന്ന പാർട്ടിയിൽ രാസലഹരി കൈമാറിയതുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ആളാണ് ചോക്ലേറ്റ് ബിനു. നിരവധി കേസുകളിൽ പ്രതിയായ തമ്മനം ഫൈസലിന്റെ ആലുവയിലെ വീട്ടിലെ വിവാഹ സൽക്കാരത്തിൽ ആലപ്പുഴ ജില്ലയിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പങ്കെടുത്തത് വിവാദമായത് മാസങ്ങൾക്ക് മുൻപാണ്. ന്യൂസ് 18 കൊച്ചി.